ഹലോ ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ലൊക്കേഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവിടെ ഐ ഹാഡ് ദ ബെസ്റ്റ് വെക്കേഷൻസ് ഓർ ദ ട്രിപ്പ് സോ ഫാർ. എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും ട്രിവാൻഡ്രത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണിത്. ഏതാണെന്നല്ലേ? പൊന്മുടി, നമ്മുടെ സ്വന്തം പൊന്മുടി. അതെ, ഇന്നിവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ. അതെ, വെക്കേഷൻ അല്ലേ, സ്കൂൾ വെക്കേഷൻ ആണ്. കൂടാതെ ഇന്ന് സൺഡേ ഈവനിങ് ആണ്. അത് കാരണം ഈ നമ്മുടെ സ്വന്തം പൊന്മുടിയുടെ സൗന്ദര്യം എല്ലാം ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്ന് വന്നതിന്റെ ഒരു പ്രത്യേക, ഓരോ തവണ ഞാൻ പൊന്മുടി വരുമ്പോഴേ ഓരോ എക്സ്പീരിയൻസാ. ചിലപ്പം നല്ല മഴയും മഞ്ഞുമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല, അത് വേറൊരു എക്സ്പീരിയൻസ്. ഇന്ന് വന്നപ്പം വെയിലുമില്ല, നല്ല പ്ലസന്റ് വെതറാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. പക്ഷെ ക്ലൗഡി അല്ല, നമുക്ക് എല്ലാം നല്ല ക്ലിയർ വ്യൂ ആണ്. ക്രൗഡഡ് ആണോന്ന് വെച്ചാണ്, പക്ഷെ എന്നാൽ കുറച്ചുകൂടി നമ്മള് എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി വൈബിലാണ്. എല്ലാവരുടെയും ആ ഒരു ആംബിയൻസ് ഇവിടെ വന്ന് തന്നെ അറിയണം. ശരിക്കും പറഞ്ഞ വ്യൂ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അങ്ങ് ദൂരെ കാർമേഘം വരുന്നുണ്ട്. ഞങ്ങൾ അതും കാത്തിരിക്കുക, എങ്ങാനും കോട ഇറങ്ങിയാലോ. കോടയും കാത്ത് നമ്മളിങ്ങനെ ഇരിക്കുക. വന്നപ്പോ ഒരു ചെറുത്തിന് വെയിലുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ ഇറങ്ങി ചായ കുടിച്ചു. നമ്മൾ കാത്തിരുന്ന കോടച്ചേട്ടൻ ദേ വന്നേക്കണു. ഇനി കോടയിൽ കൂടെ തിരിച്ചാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു സുഖം ഒന്നും കാണാതെ. പാർട്ടിയോ കൺസേർട്ടോ ഒന്നുമല്ല, പൊന്മുടി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ കൂവൽ നിങ്ങൾ കേട്ടാ? അപ്പം നിങ്ങൾക്ക് കറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പൊന്മുടിയിലേക്ക് വരിക. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ വരുമ്പോ ശ്രദ്ധിക്കണം, ഇവിടെ 4 മണിക്കകത്ത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തണം. ഇപ്പം വേറൊരു വള്ളിയും കൂടി ഉണ്ട്, അതായത് ഒരു റോഡ് പണി എന്തൊക്കെയായിട്ട് ഡൈവേർഷൻ, എന്തോ പരിപാടിയുടെ ഡൈവേർഷൻ ഉണ്ട്. അപ്പൊ ഒരു എക്സ്ട്രാ 15 minutes കൂടെ ബഫർ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. സോ സീ യു ഗൈസ്, ബൈ.